ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു ശാലിനിയും കൂടി ഒരുമിച്ച് കിടക്കുന്നതിൽ പിന്നെ വിഷ്ണുവിനെ എന്നും തൻ്റെ ഭാര്യ തൻ്റെ കൂടെ ഉണ്ടാവണമെന്ന ആഗ്രഹം മുളപൊട്ടാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു DNA ടെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പ് റിവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത്. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ചാനൽ ആ ഒരു ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. അങ്ങനെ വിഷ്ണു ഒരു തീരുമാനമെടുക്കേണ്ട DNA ടെസ്റ്റ് സത്യയുടെ ചെയ്യണം എങ്കിൽ തൻ്റെ അമ്മയുടെ മുന്നിൽ ഷാലിനിയുടെ നിരപരാധിത്വം തനിക്ക് തെളിയിക്കാൻ കഴിയും, തൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും എന്നൊരു തോന്നൽ വിഷ്ണുവിനുള്ളിൽ ഉണ്ടാവുകയാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു DNA ടെസ്റ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ റിസൾട്ട് വരുന്ന അന്നേ ദിവസം എത്തിയിരിക്കുന്നു. അപ്പോൾ വിഷ്ണു എന്ത് ചെയ്യുന്നു, ആ ഒരു ലാബിലോട്ട് വിഷ്ണു വിളിക്കുകയാണ്. കാരണം അന്ന് സത്യഭാമ അവിടെ നിന്നും പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിലാണെങ്കിൽ 1000 സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിരിക്കുന്നു. അങ്ങനെ വിഷ്ണു ഇങ്ങനെ ആ ലാബിലോട്ട് വിളിക്കുകയാണ്. അപ്പോൾ അയാളുടെ വർക്ക് ചെയ്തും കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇത് ഞാനാണ്, വിഷ്ണുവാണ് എന്ന് പറഞ്ഞ ഉടനെ ആ സാർ പറഞ്ഞോളൂ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ വിളിച്ചത്, ഞാൻ മുമ്പൊരു DNA ടെസ്റ്റിന് തന്നിരുന്നു അവിടെ, അതിൻ്റെ റിസൾട്ട് അറിയാനാണ്. ആ സാർ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയണം. അപ്പോൾ വിഷ്ണുവിൻ്റെ ഫ്രണ്ടുമാണ് അയാൾ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ റിസൾട്ട് എന്താ അതൊന്ന് പറയാവോ എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ കമ്പ്യൂട്ടറിന് എന്തോ കുഴപ്പം, സിസ്റ്റത്തിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് എന്താണെന്ന് അറിയില്ല. എന്തായാലും വിഷ്ണു നീ ടെൻഷൻ ആവണ്ട, നിൻ്റെ റിസൾട്ട് നീ ഇങ്ങോട്ടേക്ക് വിളിക്കണ്ട. ഈ സിസ്റ്റം ശരിയായ ഉടൻ തന്നെ നിൻ്റെ വീട്ടിൽ ഇതിൻ്റെ റിപ്പോർട്ട് അവിടെ എത്തിയിരിക്കുമെന്ന് പറയണ്ട. അപ്പോൾ അത് കേൾക്കുന്ന വിഷ്ണു സത്യമാണോ ഇന്ന് തന്നെ ശരിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം അത്രയും ആകാംക്ഷയാണ് വിഷ്ണുവിനുള്ളിൽ. അപ്പോൾ ഉടൻ തന്നെ ഈ വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ ഈ ലാബിൽ വർക്ക് ചെയ്യുന്ന അയാൾ പറയണം, ആ തീർച്ചയായും ഞാൻ എൻ്റെ വീട്ടിലെത്തിക്കും, നീ ഇങ്ങനെ ടെൻഷനാവൊന്നും വേണ്ട, എത്തിച്ചിരിക്കുമെന്ന് പറയണ്ട. അങ്ങനെ വിഷ്ണു ഫോൺ കെട്ടിയാണ്. ആ സമയം വിഷ്ണുവിൻ്റെ ഉള്ളിൽ 1000 സ്വപ്നങ്ങളാണ്. ഈശ്വര, എൻ്റെ മകളായിരിക്കണേ, എൻ്റെ ശാലിനി എന്നേക്കുമായി ഇവിടെ ഉണ്ടാവണേ, അവൾ ആർക്ക് വേണ്ടിയാണ് എന്തോ ചെയ്യുന്നത്, ഒരിക്കലും അവളുടെ ജീവിതത്തിന് വേണ്ടിയല്ല അവളിത് ചെയ്യുന്ന, മറ്റാർക്കോ വേണ്ടിയാണ് അവൾ എന്നിൽ നിന്നും പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം സുസ്മിതയാണെങ്കിൽ ഇവരിങ്ങനെ ലാബിൽ ചെന്നിരിക്കുമ്പോൾ സുസ്മിത ഇവരെ കണ്ടിരിക്കുന്നല്ലോ. ഒരുപക്ഷെ ഇവിടെ മധുശ്രീ ആയിരിക്കും, അത് മുമ്പ് പറഞ്ഞ റിവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവരുടെ ഈ സത്യയുടെയും ഈ പറയുന്ന വിഷ്ണുവിൻ്റെയും DNA ടെസ്റ്റിനെ നടത്താൻ കൊടുത്തിരിക്കുകയാണെന്ന് സുസ്മിതയോട് പറയുന്നുണ്ട്. അപ്പോൾ സോറി കേട്ടോ, മധുഷിയാണോ സുസ്മിതയാണോ എന്നറിയാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഈ ഒരു റിസൾട്ട് ഇങ്ങനെ എന്നാ ദിവസം വരുന്നത് എന്നുള്ള ആ ഒരു സുസ്മിതയ്ക്ക് അറിയാലോ. അങ്ങനെ സുസ്മിത പിന്നീട് ഈ ലാബിലോട്ട് വിളിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് വിളിക്കുമ്പോൾ അയാളോട് ചോദിക്കുകയാണ്, അതെ വിഷ്ണുവിൻ്റെ റിസൾട്ട് അവിടെ ഇന്ന് വരുമെന്ന് താൻ എന്നോട് പറഞ്ഞിരുന്നല്ലോ. ആ മേഡം പറഞ്ഞിരുന്നു, എങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അയ്യോ മേഡം എന്നെക്കൊണ്ട് കഴിയില്ലല്ലോ അതിൻ്റെ റിപ്പോർട്ട് പറയാൻ. അതെന്താ കഴിയാത്തത് മേഡം? അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ റിപ്പോർട്ട് എടുത്ത് ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിലോട്ട് ഒരാളെടുത്ത് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ പേടിച്ച് പോവാണ് സുസ്മിത. അപ്പോൾ ഈ DNA ടെസ്റ്റിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് അയാളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയാണ്, അത് എനിക്ക് പറയാൻ കഴിയില്ല. അതെന്താ, തനിക്ക് അറിയാഞ്ഞിട്ടാണോ താൻ പറയാത്തത്, നോക്കാഞ്ഞിട്ടാണോ? കള്ളം എന്നോട് പറയരുത്. നിങ്ങൾ ലാബിൽ വർക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യും എന്ത് ചെയ്യേണ്ട എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എൻ്റെ ചിറ്റപ്പൻ ആരാണെന്ന് അറിയോ, തന്നെ തൂക്കിയെടുത്ത് ജയിലിലിടും. അതുകൊണ്ട് തന്നെ നീ വേണ്ടാത്തതിൽ നിൽക്കണ്ട, മര്യാദയ്ക്ക് എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് പറഞ്ഞു താ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ്, വിഷ്ണുവിൻ്റെ മാച്ചാണ് ആ കുട്ടി എന്ന് പറയണം കേട്ടോ. വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി സുസ്മിത ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര എന്തായി ഉള്ളതെന്ന ഭാവത്തിൽ സുസ്മിത ഒരു നിമിഷം സ്തംഭിച്ച് പോവാണ്. അപ്പോൾ മേഡം ഹലോ 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 കേൾക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ ആ ഞാൻ കേട്ടു. അയാൾ എപ്പോഴാണ് അവിടെ നിന്നും ഇറങ്ങിയത്? അയാൾ പോയിട്ട് ഏകദേശം 10 മിനിറ്റായി, ഇപ്പോൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. ഈ സമയം താൻ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ സുസ്മിത ആകെ പെട്ടുപോകണം. കാരണം ആ റിസൾട്ട് വിഷ്ണു അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും സത്യഭാമയുടെ മുന്നിൽ അത് പറയും, സത്യ ശാലിനിയുടെ കുഞ്ഞാണ്, അതായത് എൻ്റെ മോളാണ് സത്യ എന്നുള്ളത് വിഷ്ണു തെളിയിക്കും. അതോടുകൂടി അവിടെ ആ പ്രശ്നത്തിന് പരിഹാരമായി. താൻ കൂട്ടുപിടിച്ചിരിക്കുന്ന കാർത്തിക അവിടെ നിന്നും ഇറങ്ങും. അങ്ങനെ മധുശ്രീയും സുസ്മിതയും കൂടിയിട്ട് ഇനി എന്താ ചെയ്യുക എന്നുള്ളത് അവർ പരസ്പരം ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. ഇത്രയും വരെ എത്തിച്ചു. ആ കാർത്തിക ഒരു വിധത്തിലാണ് നമ്മളവിടെ പിടിച്ചു കെട്ടിയിരിക്കുന്നത്. എന്നാൽ കാർത്തികയെ ഇങ്ങനെ പെട്ടെന്ന് അവിടെ
നിന്ന് ഇറങ്ങുന്ന ഒരു സീനാണല്ലോ ഇന്ന് ഉണ്ടാവുന്നത്. സത്യാമ്മ തന്നെ അവരെ അടിച്ചെറുക്കുക. അവരുടെ സ്വഭാവം അങ്ങനെയാണ്, നന്ദിയില്ലാത്ത ജന്മമാണ്, വിഷ്ണു കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണെന്നൊക്കെയുള്ള സത്യം വിഷ്ണു തന്നെ എന്താണ് ഇവർക്ക് പിറകിലുണ്ടായതെന്ന സത്യം വിഷ്ണു തന്നെ പറയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ചെയ്യണം. ആ റിപ്പോർട്ട് ഒരിക്കലും സത്യഭാമയുടെ വീട്ടിലെത്താൻ പാടില്ല, അതിനുള്ള വഴി നോക്കണമെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി താഴെ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം സത്യഭാമയും രാഘവനും കാര്യമായിട്ടുള്ളൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഷാനിയും ശ്യാമയും രോഹിത്തൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോഴാണ് ഇങ്ങനെ വിഷ്ണുവിനെ വിളിക്കുന്നത്. വിഷ്ണു നീ ഇവിടെ വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വിളിക്കുന്നത് കേട്ടോ. കാരണം ശ്യാമയുടെ അസുഖമൊക്കെ ഏകദേശം ഭേദമായി തുടങ്ങുകയാണ്. അപ്പോൾ ഇനി ശ്യാമക്ക് തുണയായി ഇനി ശാലിനി വേണ്ട എന്നൊരു തീരുമാനമൊക്കെ എടുക്കുന്ന ആ ഒരു സീനായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയമാണ് പോസ്റ്റ്മാൻ ഉമ്മറത്ത് എത്തിയിട്ടുണ്ടാവുക. അപ്പോഴാണ് കാർത്തികയ്ക്ക് ഫോൺ കോൾ വരുന്നത് കേട്ടോ, മധുശ്രീയുടെ. അങ്ങനെ കാർത്തിക ആ ഫോൺ എടുക്കണം. എന്താ മധുശ്രീ നീ വിളിച്ചത്? എടി ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നമെന്ന് ചോദിക്കാൻ. അതെ, ആ DNA ടെസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ റിപ്പോർട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ കുഴപ്പം? DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അവിടെ എത്തിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? എടി മണ്ടി, നീ ഇത്ര മണ്ടിയായി പോയോ? DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നിനക്കെതിരെയാണ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ, എടി വിഷ്ണുവിൻ്റെ മകളാണ് ശാലിനിയുടെ കൂടെ നടക്കുന്ന ആ സത്യ എന്ന് പറയുന്ന പെൺകുട്ടി, അത് വിഷ്ണുവിൻ്റെ മകളാണ്, അതിനെന്താ കുഴപ്പം? വിഷ്ണുവിൻ്റെ മകളായെങ്കിൽ നല്ലതല്ലേ എന്ന് കാർത്തിക പറയുമ്പോൾ, എന്താ നിനക്ക് ഇത്ര ബുദ്ധി ഇല്ലാതായോ? വിഷ്ണുവിൻ്റെ മകൾ കാർത്തികയാണെങ്കിൽ നിൻ്റെ ജീവിതം പിന്നെ പെരുവഴിയിലായിരിക്കും എന്ന് പറയുമ്പോൾ കാർത്തിക ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, താനിനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്കിപ്പോൾ നിമിഷങ്ങളെ ഉണ്ടാവുള്ളൂ ഇവിടെ ജീവിക്കാൻ. എന്താ പറ, എനിക്കറിയില്ല, എന്തൊക്കെ പറ എന്നൊക്കെ ഇങ്ങനെ തപ്പിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം മധുശ്രീ പറയാണ് സുസ്മിതയും കൂടിയിട്ട്, നീ ഒരു പണി ചെയ്യേ, നീ വേറൊന്നും നോക്കണ്ട, ആ കൊണ്ടുവന്നിരിക്കുന്ന ആളുണ്ടല്ലോ, അതായത് ആ റിപ്പോർട്ടുമായി വരുന്ന ആളുണ്ടല്ലോ, അയാളുടെ കയ്യിൽ നിന്ന് ആ റിപ്പോർട്ട് നീ വാങ്ങണം. എന്നിട്ട് വേറെ എന്തെങ്കിലും അവിടെ ഒപ്പിക്കണം. അത് നീ ചെയ്യണം, നീയാണത് ചെയ്യേണ്ടത്. നീ ചെയ്താൽ മാത്രമാണ് ഈ ഒരു ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ പെരുവഴിയിലോട്ട് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക് പറയാണ്, ഈ അവസാന നിമിഷം വെച്ച് ഞാൻ എങ്ങനെ ചെയ്യാനാണ്? അത് ഉമ്മറത്ത് തന്നെ സത്യഭാമയും ഈ പറയുന്ന വിഷ്ണുവും ശാലിനിയും ശ്യാമയും രോഹിത്തൊക്കെ ഉണ്ട്. ശാലിനി എന്ന് പറയുന്ന അവൾ വൻ പുലി തന്നെയാണ്, അവളൊരു പുലിക്കുട്ടിയാണ്, അവളുടെ മുന്നിൽ ഒരു കള്ളത്തരം നടക്കില്ല. അവൾ ഉമ്മറത്ത് നിൽക്കുകയാണെങ്കിലും അവളുടെ കണ്ണും കാതൊക്കെ 4 പുറവുമുണ്ട്, ഈ വീടിന് ചുറ്റും അവളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തെങ്കിലും ചെയ്ത് നീ ചെയ്താൽ നിനക്ക് അവിടെ നിൽക്കുക, അല്ലെങ്കിൽ നിനക്ക് പടിയിറങ്ങുക, ഞങ്ങൾക്ക് ഇത്രയൊക്കെ തന്നെ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഇയാൾ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ബെല്ലടിക്കുന്നത്. അപ്പോഴേക്കും വിഷ്ണു പുറത്തോട്ട് വരികയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അത് ലാബിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ, അത് തരാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിഷ്ണു അത് തൻ്റെ കൈകൾ കൊണ്ട് വാങ്ങുകയാണ് കേട്ടോ. വിഷ്ണുവിന് പറയാൻ വാക്കുകളില്ല, അത്രയും വലിയ സന്തോഷം വിഷ്ണുവിനുള്ളിൽ വന്നിരിക്കുകയാണ്. കാരണം വിഷ്ണു ഈ ഒരു റിപ്പോർട്ടിനായി കാത്തു നിൽക്കുകയാണ്. എല്ലാവരും ഒന്നടക്കം കൂടി നിൽക്കുമ്പോൾ തൻ്റെ അമ്മയ്ക്ക് മുന്നിൽ, ശാലിനിക്ക് മുന്നിൽ ഈ സത്യം തൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം, എങ്കിലെങ്കിലും എൻ്റെ ശാലിനി എന്നെ കൂടെ നിർത്താൻ എൻ്റെ അമ്മ സമ്മതിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വിഷ്ണു കാണിച്ചു കൊടുക്കാൻ ഒരുങ്ങുന്ന ആ ഒരു സീനൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.